മല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ശിവാങ്ക് ഉണ്ട്. ബ്രോ സുഖാണ് അവിടെ? സുഖമായിരിക്കുന്നു ബ്രോ. അവിടെ എങ്ങനെയുണ്ട്? നന്നായിട്ട് പോകുന്നു. എന്താണ് ട്രാൻസ്ഫറിന്റെ കുറെ റൂമേഴ്സ് ഒക്കെ പുറത്തു വന്നിട്ടുണ്ട്. എസ്പെഷ്യലി സെന്റർ ബാക്കിനെ നിങ്ങൾ നന്നായിട്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനാഷയുടെ പേരൊക്കെ ഇപ്പൊ കേൾക്കുന്നുണ്ട്. പുള്ളി വരുമോ? ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനത്തെ യങ് സെന്റർ ബാക്സിന് ഇപ്പോ കുറെ പേരായിട്ട് ലിങ്ക് കഴിഞ്ഞ സമ്മറിലുണ്ട്. ഇപ്പൊ ലെനി യോറോ എന്ന് പറഞ്ഞ സെന്റർ ബാക്ക് ഉണ്ട്, ഫ്രഞ്ച് സെന്റർ ബാക്ക്, 18 വയസ്സുള്ളൂ. ഇപ്പോൾ അന്റോണിയോ സിൽവ എന്ന് പറഞ്ഞ സെന്റർ ബാക്ക് ഉണ്ട്, പുള്ളിക്കൊക്കെ 100 മില്യനൊക്കെയാണ് ബെൻഫിക്ക റിലീസ് ക്ലോസ് വെച്ചിരിക്കുന്നത്. ഗോൺസാലോ ഇനാസിയോ ഉണ്ട്. അപ്പൊ ഈ 3 പ്ലെയേഴ്സിനെയും ലിവർപൂള് നോക്കുന്നുണ്ടെങ്കിലും ഇവർക്ക് 3 പേർക്കും റയൽ മാഡ്രിഡിൽ പോകണമെന്ന്. ഈ മൂന്ന് പേരില് ഒരാളോ അല്ലെങ്കിൽ രണ്ടുപേരും റയൽ മാഡ്രിഡ് സെന്റർ ബാക്സിനൊക്കെ പ്രായം കൂടി വരിക. എഡർ മിലിറ്റാവ് മാത്രമേ ഉള്ളൂ ഇപ്പോൾ അവിടെ പ്രായം കുറവുള്ളത്. അപ്പോൾ ഈ മൂന്നിലും മിനിമം 2 പേരെ അവർ കൊണ്ടുപോകും. എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ മാഡ്രിഡ് വിളിച്ച ലിവർപൂളിലോട്ട് വരുന്ന എനിക്ക് തോന്നുന്നില്ല ഒരു പ്ലെയറും. കാര്യം മാഡ്രിഡിനെ ഇപ്പൊ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു 20 വർഷത്തിൽ എനിക്ക് തോന്നുന്നു ജോയിൻ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല സമയം റയൽ മാഡ്രിഡിൽ ഇപ്പൊ. അപ്പോൾ എനിക്കറിയില്ല ലെനിയോറോയുടെ കാര്യം എനിക്കറിയില്ല. കാര്യം ലെനിയോറോയുടെ 18 വയസ്സേ ഉള്ളൂ. ലെനിയോറോ ഈ കഴിഞ്ഞൊരു സീസണെ ഫുൾ കളിച്ചിട്ടുള്ളൂ. ലെനിയോറോക്ക് 80 വയസ്സൊക്കെ അല്ല 80 മില്യൺ യൂറോ ഒക്കെയാണ് റിലീസ് ക്ലോസ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും ചീപ്പർ ഓൾട്ടർനേറ്റീവ് ഗോൺസാലോ ഇനാസിയോ ആയിരിക്കും. ഈ ഞാൻ പറഞ്ഞ 3 പേരിലും എനിക്ക് തോന്നുന്നു റയൽ മാഡ്രിഡ് വരാത്തൊരു പ്ലെയറും ഗോൺസാലോ ഇനാസിയോ ആയിരിക്കും. അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ ബെൻഫിക്കയുടെ ഒരു സ്കൗട്ട് ഹെഡിനെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു പുള്ളി മിക്കവാറും ഫസ്റ്റ് സ്കൗട്ട് ചെയ്ത് പുള്ളി കൊണ്ടുവരാൻ നോക്കുന്നത് ചിലപ്പോൾ ഗോൺസാലോ ഇനാസിയോനായിരിക്കും. നല്ല സെന്റർ ബാക്കാണ്. കാര്യം നല്ല ഒരു ഭയങ്കര ബോൾ എനിക്ക് തോന്നുന്നു ഗോഡിയോളുടെ ഒരു ലെവലിൽ അത്രയും നല്ല രീതിക്ക് അതായത് ഒരു ഹാഫ് സ്പേസ് വരെ ലെഫ്റ്റ് ബാക്ക് ആയിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയറാണ് ഇനാസിയോ. അപ്പൊ എനിക്ക് തോന്നുന്നു അത്രയും ബോൾ കീപ്പ് ചെയ്ത് ബോൾ റൊട്ടേറ്റ് ചെയ്ത് ബോൾ വെച്ച് നല്ലൊരു ഫുട്ബോളറാണ് ഗോൺസാലോ ഇനാസിയോ. അപ്പൊ എനിക്ക് തോന്നുന്നു നല്ലൊരു സൈനിങ് ആയിരിക്കും. എനിക്ക് തോന്നുന്നു റിലീസ് ക്ലോസ് എത്ര 40 മില്യൺ പൗണ്ട്സ് കണ്ടാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു റീസണബിൾ ആണ്. കാര്യം ഇപ്പൊ സെന്റർ ബാക്ക് മാർക്കറ്റിൽ അതൊക്കെ നോക്കുമ്പോൾ ഭയങ്കര കുറവാണ്. കാര്യം ആന്റോണിയോ സിൽവയൊക്കെ കളിക്കുന്ന പോലും ഞാൻ സത്യം പറഞ്ഞാൽ കണ്ടിട്ടില്ല. ആകെ ഒരു 2 മാച്ച് യൂറോ ക്വാളിഫയേഴ്സും ഫ്രണ്ട്ലീസ് ഒക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ. പക്ഷെ നല്ല പ്ലെയർ ആണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ ഗോഡിയോള് അപ്പൊ ഇങ്ങനത്തെ പ്ലെയേഴ്സിനൊക്കെ 100-120 മില്യനൊക്കെ സെന്റർ ബാക്സിന് ഇത്ര വിലയ്ക്ക് പോകുമ്പോൾ ഇത് എനിക്ക് തോന്നുന്നു ഭയങ്കര ഫെയർ ഡീലായിട്ട് തോന്നുന്നത്. ഇത് നടന്നാൽ മതി ഇത്ര ഉള്ളവരെ. എല്ലായിടത്തും റൂമർ കേൾക്കുന്നുണ്ട്. നമ്മളിപ്പോ സാധാരണ ട്വിറ്ററിൽ പറയുന്ന പോലെ ലിവർപൂളിന് ഇൻട്രസ്റ്റ് FC മോണിറ്റർ FC എന്നൊക്കെയുള്ള കാര്യം. എല്ലാ കാണുന്ന പ്ലെയറിനെ മോണിറ്റർ ചെയ്യുന്ന ഇൻട്രസ്റ്റ് ഉണ്ട്, നെഗോഷിയേറ്റ് ചെയ്തു. ഇപ്പൊ നമ്മളിത് കേൾക്കുന്നല്ലാണ്ട് നമ്മൾ സൈനിങ്സ് ഒന്നും കാണുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഗോൺസാലോ ഇനാസിയോനെങ്കിലും ഈ ഒരു വിൻഡോയുടെ ഫസ്റ്റ് ഹാഫിൽ സൈൻ ചെയ്താൽ നന്നായിരിക്കും തോന്നുന്നു. അതെ, ഇപ്പോ വേറൊരു വാർത്ത കേട്ടത് ആർനെ സ്ലോട്ടിന് ഫസ്റ്റ് സീസണിൽ കുഴപ്പമില്ലാത്തൊരു ബഡ്ജറ്റ് FSG കൊടുക്കും എന്നുള്ള ഒരു റൂമർ കേൾക്കുന്നുണ്ട്. എത്രയാന്ന് പറഞ്ഞിട്ടില്ല. അവർ പറഞ്ഞ അവൈലബിൾ ബഡ്ജറ്റ് പുള്ളിക്കുണ്ട്, പുള്ളിക്ക് ആവശ്യമുള്ള പ്ലേയേഴ്സിനെ കൊടുക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ബ്രോഡ് അഭിപ്രായത്തിൽ ഒരു 100-150 മില്യൺ ഒക്കെ കിട്ടാൻ ചാൻസ് ഉണ്ടോ, ഇല്ലെങ്കിൽ കൺസർവേറ്റീവ് ആയിരിക്കുമോ? എല്ലാം എനിക്ക് തോന്നുന്നത് സലയുടെ സെയിൽ അനുസരിച്ചിരിക്കും. FSG ആയിട്ട് ബഡ്ജറ്റ് ഒന്നും ഇടൂല. FSG എല്ലാ കൊല്ലം PR വെച്ച് ന്യൂസ് ഇറക്കും. എല്ലാ വർഷവും മാനേജറിന് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഇപ്പൊ മിനിമം നമ്മുടെ മാർക്കറ്റിൽ നോക്കുമ്പോൾ ഇപ്പൊ എംബാപ്പെ മാർക്കറ്റിൽ ഉണ്ടായിരുന്ന എംബാപ്പയ്ക്ക് എന്ത് വില കൊടുക്കേണ്ടി വന്നേനെ. നമുക്കിപ്പോ നമ്മൾ റീസണബിൾ ആയിട്ടൊരു പ്ലെയർ ഇപ്പൊ ഞാൻ പറയും, ഇപ്പൊ നമുക്കൊരു നല്ല സെന്റർ ബാക്കിന് വേണം. ഞാൻ പറഞ്ഞാൽ ഇപ്പൊ മിനിമം 50-55 മില്യൺ വേണം. ഇപ്പൊ എല്ലാ ടീമിനും ഒന്നിലധികം റിക്വയർമെന്റ്സ് ഉണ്ട്. 2-3 റിക്വയർമെന്റ്സ് മിനിമം ഉണ്ട്. ഇപ്പൊ ടോട്ടനമിനാണെങ്കിൽ തന്നെ സ്ട്രൈക്കറിനെ വേണം. ഇപ്പോ കുറെ പേര് പെരസിച്ച് എനിക്കൊന്ന് അടുത്ത കൊല്ലം പോകും തോന്നുന്നു. പെരസിച്ച് പോയില്ലേ? പുള്ളി കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തില്ല. പെരസിച്ച് പോയി. എമർസൺ റോയൽ പോയി. അപ്പൊ അവിടെ ഫുൾ ബാക്കിന്റെ ആവശ്യമുണ്ട്, ഒരു സെന്റർ ബാക്കിന്റെ ആവശ്യമുണ്ട്, അപ്പോൾ എനിക്ക് മിഡ്ഫീൽഡറിന്റെ ആവശ്യമുണ്ട്. അപ്പൊ നമുക്ക് എല്ലാ ക്ലബിനും ഒരു നീഡല്ല. അപ്പോൾ അതും എനിക്ക് തോന്നുന്നത് DM, അതായത് ഒരു സ്പൈൻ എന്ന് പറയുന്നത് സ്ട്രൈക്കർ, DM, സെന്റർ ബാക്ക്, ഗോൾ കീപ്പർ, ഈ നടുക്കുള്ള ഈ 4 എണ്ണത്തിനും അത് ഭയങ്കര എക്സോട്ടിക് ആയിട്ടുള്ള പൊസിഷൻസ്. ഭയങ്കര വിലയാണ് ഈ പ്ലേയേഴ്സിന്. നമ്മളിപ്പോ DM നോക്കുകയാണെങ്കിൽ ഇപ്പൊ DMനൊക്കെ 19-18 വയസ്സുള്ള പിള്ളേർക്കൊക്കെ 100 മില്യൺ റിലീസ് ക്ലോസ് ആണ്. നമ്മൾ നോക്കുമ്പോ നമുക്ക് ഒരു പ്ലെയറിന് തന്നെ ഒരു 75 മില്യൺ നമ്മൾ സ്പ്ലാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവൈലബിൾ ബഡ്ജറ്റ് ഒരു 120 മില്യൺ ആണെങ്കിൽ നമുക്ക് ബാക്കി 50 മില്യനേ ഉള്ളൂ. നമുക്ക് 50 മില്യൺ വെച്ച് നമുക്കിപ്പോൾ എൻഡോനെ പോലത്തെ പ്ലേയേഴ്സിനെ മേടിക്കേണ്ടി വരും. എൻഡോ അല്ലെങ്കിൽ ബാക്കിയുള്ളത് വെച്ച് വേറെ പ്ലേയേഴ്സിനെ. അപ്പോൾ നമുക്ക് അവൈലബിൾ ബഡ്ജറ്റ് എത്രയെന്ന് ഇവർ പറയുന്നത് 120, ഒരു 120-150 മില്യൺ ആണെന്ന് തന്നെ ഇരിക്കട്ടെ. നമുക്ക് അത് വെച്ച് കൂടിപ്പോ ഒരു പ്ലെയർ 2 പ്ലെയറെ മേടിക്കാൻ പറ്റും. കാര്യം അത് 150 മില്യൺ കുറവാണോ എന്ന് ചോദിച്ചാൽ ഒട്ടും കുറവല്ല. പക്ഷെ ഇപ്പോഴത്തെ മാർക്കറ്റിൽ അത് കുറവാണ്.
അപ്പോൾ നമ്മൾ കാര്യമായിട്ട് നോക്കുമ്പോൾ നമ്മൾ ബഡ്ജറ്റ് അല്ല, നമ്മൾ എന്ത് ഇന്റലിജന്റ് ആയിട്ട് നമ്മൾ സ്കൗട്ട് ചെയ്യുന്നു, റിക്രൂട്ട് ചെയ്യുന്നുള്ളതായിരുന്നു. നമ്മൾ ഇപ്പൊ എല്ലാ ബിഗ് മണി സൈനിങ്സും ഇപ്പോൾ വലിയ സക്സസ് അല്ല. ഇപ്പൊ എൻ്റെ ഒപ്പീനിയനിൽ ഡാവിനസ് അത്ര വലിയ സക്സസ് ഒന്നുമല്ല. അപ്പോൾ നമ്മൾ എത്ര മണി സ്പ്ലാഷ് ചെയ്യുന്നുള്ളതല്ല, നമുക്ക് നമ്മൾ സൈൻ ചെയ്യുന്ന പ്ലേയേഴ്സ് അത്ര ക്വാളിറ്റി ഉള്ള പ്ലേയേഴ്സ് ആണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മൾ ഇപ്പോ ഞാൻ പറയുന്നത്, ഇപ്പൊ ഞാൻ ഇതൊക്കെ പറഞ്ഞ് ആശ്വസിക്കാനേ പറ്റൂ. കാര്യം നമുക്ക് ഇപ്പൊ ബഡ്ജറ്റ് ഇല്ല, അതുകൊണ്ട് നമുക്കിപ്പോ ഇങ്ങനെയൊക്കെ പറയാം. പക്ഷെ എനിക്ക് തോന്നുന്നു റീസണബിൾ ആയിട്ടുള്ള ഒരു 3 സൈനിങ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നല്ലൊരു DM, മാർക്കി സൈനിങ് DM എന്നൊക്കെ പറയുന്നുണ്ട് ട്വിറ്ററിൽ കുറെ പേര്. മാർക്കി സൈനിങ് ആണ്. അപ്പോൾ അത് ആരാണെന്ന് എനിക്കറിയില്ല, മാർക്കറ്റിൽ ആരും അവൈലബിൾ അല്ല അങ്ങനത്തെ മാർക്കി സൈനിങ്. അപ്പോൾ ഒരു സെന്റർ ബാക്കിന്റെ നോക്കുന്നുണ്ട്. ഇപ്പൊ സല ലീവ് ചെയ്യുകയാണെങ്കിൽ സലയ്ക്ക് വരെ ഒരു ഫോർവേഡിനെ വേണം. അപ്പോൾ ഫുൾ ബാക്ക് വേണം, 4 മെയിൻ പൊസിഷൻസ് വേണം. നമുക്ക് DM ഇല്ല, ഞാൻ പറയില്ല, നടുക്കുള്ള ഒരു സ്ട്രിപ്പ് നമുക്കില്ല ഇപ്പൊ. അപ്പൊ എനിക്ക് തോന്നുന്നത് മിനിമം 4 സൈനിങ് വേണം. അപ്പൊ എനിക്ക് തോന്നുന്നത് സലയുടെ സെയിൽ അനുസരിച്ചിരിക്കും, അല്ലാണ്ട് ഇവരെന്ത് ബഡ്ജറ്റ് കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെ, ഇപ്പൊ അത് വേറൊരു റൂമർ കേട്ടത് അലിസൺ അതേപോലെ തന്നെ സൗദി ലീഗിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ റൂമർ കേട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഗ്യാക്കോടെ ന്യൂസ് കുറെ ആൾക്കാർ അടിച്ചിറക്കുന്നുണ്ട്. അതായത് റൂമറായിട്ട് എനിക്ക് തോന്നുന്നത് പുള്ളിനെ നല്ല പ്രൈസ് കിട്ടിയ സെല് ചെയ്യണം, ആ പൈസ റീഇൻവെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞ ന്യൂസ് വരുന്നുണ്ട്. അപ്പോൾ മോസല, ഗ്യാക്കോ, പിന്നെ അലിസൺ, ഈ 3 പേരിൽ സല കൂടുതൽ പ്രോബ്ലം ആണ് പുള്ളി പോകാൻ വേണ്ടിയിട്ട്. മറ്റു 2 പേരും എന്തെങ്കിലും ചാൻസ് കാണുന്നുണ്ടോ ഒരു റീഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് പുള്ളിനെ സെല് ചെയ്തിട്ട് ആ പൈസ വീണ്ടും പുതിയ പ്ലേയേഴ്സിന് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്? നമ്മള് ഗ്യാക്കോനെ സെല് ചെയ്യുന്നത് നല്ലതാണെന്ന് ചോദിച്ചാൽ എൻ്റെ ഒപ്പീനിയനിലല്ല. കാര്യം സെല് ചെയ്യില്ല, അത് നമ്മൾ റൂമർ ചെയ്യുന്ന പോലെ അല്ലേ. ഡച്ച് മാനേജേഴ്സിന് ഡച്ച് പ്ലേയേഴ്സിനോട് ഭയങ്കര സ്നേഹം. അവർ ഒരു സീസൺ അവരെ വെക്കും കൂടെ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ആർനെ സ്ലോട്ട് വിൽക്കില്ല ഒരിക്കലും. കാര്യം പുള്ളി ഫെനോദിൽ ഉണ്ടായിരുന്നപ്പോൾ പോലും പുള്ളി ഗ്യാക്പോ PSVയിൽ കളിക്കുന്ന കണ്ടിട്ടുണ്ട്. ഗ്യാക്പോ PSVയിൽ അടിപൊളി പ്ലെയർ ആയിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു 4-2 ഇപ്പൊ സ്ലോട്ട് കളിക്കുന്ന അതേ ഫോർമേഷനിൽ ലെഫ്റ്റ് മിഡ് ആയിട്ട് കളിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. എന്ന് വെച്ചാൽ സെയിം ഫോർമേഷൻ, ഏകദേശം സെയിം സിസ്റ്റം തന്നെയാണ് ഇവരൊക്കെ കളിക്കുന്നത്. ടെൻഹാഗ് ആയാലും ആർനെ സ്ലോട്ട് ആയാലും ഇവരൊക്കെ ഒരേ സിസ്റ്റമാണ് കളിക്കുന്നത്. അപ്പോൾ ഗ്യാക്പോ അവിടെ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ എനിക്ക് തോന്നുന്നില്ല സ്ലോട്ട് ഗ്യാക്പോനെ കൊടുക്കും. പക്ഷെ അലിസണ് ഇതുവരെ പോയില്ല, അലിസൺ കമ്മിറ്റഡ് ആണെന്നൊക്കെ പറയുന്നു. അപ്പോൾ അവർക്ക് ഇറ്റ്സ് ഈദർ എഡേഴ്സൺ ഓർ അലിസൺ. സൗദിക്ക് അതാണ് വേണ്ടത്. സൗദിക്ക് ഒരു നല്ല കീപ്പറിനെ വേണം. സൗദിക്ക് ഏത് ക്ലബ്ബാന്ന് പോലും നമുക്കറിയില്ല. സൗദി ഇൻട്രസ്റ്റ് ആണല്ലോ ഇവർ പറയുന്നത്. അതെ, സൗദിക്ക് തന്നെ, സൗദി ഹോൾ ലീഗിന് തന്നെ ഒരു സ്പോർട്ടിംഗ് ഡയറക്ടർ ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവർക്ക് ആ ലീഗിലോട്ട് പ്ലേയേഴ്സിനെ കൊണ്ടുവരാന്നുള്ള, ലീഗ് അട്രാക്റ്റീവ് ആക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ ഇറ്റ്സ് ഈദർ എഡേഴ്സൺ ഓർ അലിസൺ. അപ്പോൾ അലിസണെ കൊടുത്താൽ എനിക്ക് തോന്നുന്നത് ലിവർപൂളിന്റെ ഇതിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയൊരു ബ്ലണ്ടർ ആയിരിക്കും. എനിക്ക് അലിസന്റെ അത്രയും എനിക്ക് എന്താ പറയാ ഞാൻ എഡേഴ്സൺ അലിസൺ ഈക്വൽ ആയിട്ട് ഞാൻ കാണുന്നത്. പക്ഷെ അലിസണോ അല്ലെങ്കിൽ എഡേഴ്സണോ ഇവരെ പോലത്തെ ഒരു കീപ്പർ എനിക്ക് കിട്ടില്ല. ഇവരെ പോലത്തെ ഒരു കീപ്പർ എനിക്ക് കിട്ടില്ല. ഇനി ഇവര് ഡെവലപ്പായി വല്ല കീപ്പേഴ്സ് 26-27 വയസ്സൊക്കെ ആകുമ്പോൾ ഡെവലപ്പായി വന്നാലേ ഉള്ളൂ. ഇപ്പൊ പണ്ട് നമ്മൾ പറയും ഓബ്ലാക്ക് അടിപൊളി, കോട്ടോ അടിപൊളി. പക്ഷെ കോട്ടയോ ഒബ്ലാക്കിനോ അല്ലെങ്കിൽ പണ്ട് കളിച്ചുകൊണ്ടിരുന്ന കീപ്പേഴ്സിനെ പോലെ ഇവര് ഫുട്ബോളേഴ്സ് ആണ്. ഇവര് നോയർ, ആലിസൺ ഫുട്ബോളേഴ്സ് ആണ്. എഡേഴ്സൺ ഒക്കെ ഇവർക്ക് ബോൾ ഹാൻഡിൽ, ഇവരെ പിച്ചിൽ എവിടെ ഇട്ടാലും ഇവർ കളിക്കും. അപ്പൊ നമ്മൾ പറയുന്നത് ഇങ്ങനത്തെ ഒരു പ്ലെയറിന്, അത് ഇപ്പോഴത്തെ സിസ്റ്റത്തിലൊക്കെ ബിൽഡപ്പ് ഫ്രം ദ ബാക്ക് ആണ്. ഇപ്പൊ ഫുൾ ബാക്സ് ടക്കിൻ ചെയ്യുമ്പോൾ സെന്റർ ബാക്കിന്റെ കൂടെ ആ ഒരു 3 at the ബാക്ക് ഒരു ബിൽഡ് ചെയ്യുന്ന ഗോൾ കീപ്പേഴ്സ് ആണ്. നമുക്ക് അവിടെ കൊണ്ടുപോയി ഏതെങ്കിലും ഒരു കീപ്പർ ഇടാൻ പറ്റില്ല. കെലഹറിനൊക്കെ അവിടെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ തീർന്നു. കെലഹറിനൊന്നും പറ്റൂല പരിപാടി. അപ്പോൾ നമ്മൾ അലിസണെ കൊടുക്കില്ല. പക്ഷെ മൈക്കിൾ എഡ്വേർഡ്സിന്റെ കാര്യത്തിൽ എനിക്ക് ഡൗട്ട് ഉണ്ട്. കാര്യം മൈക്കിൾ എഡ്വേർഡ്സിന് പൈസ കിട്ടിയാൽ അവിടെ പുള്ളി വിൽക്കും. പുള്ളിക്ക് അങ്ങനത്തെ ഒരു സ്വഭാവം, പുള്ളി ഭയങ്കര ഷ്രൂഡാണ് അങ്ങനത്തെ കാര്യത്തിൽ. കാര്യം FSG പൈസ കൊടുക്കില്ല എന്നുള്ളൊരു കാര്യം പുള്ളിക്ക് അറിയാം. പുള്ളി ഇത്രയും നാളെ ലിവർപൂൾ വർക്ക് ചെയ്താണ് ഇതിനു മുമ്പ്. അപ്പോൾ FSGയുടെ കയ്യിൽ നിന്ന് അങ്ങനെ പൈസ വീടില്ല. അപ്പോൾ ഉള്ള അസറ്റ്സ് വിറ്റ് നല്ല പ്ലേയേഴ്സിനെ മേടിക്കുക എന്നുള്ളതായിരിക്കും. പക്ഷെ അലിസൺ പോയ ആര്, അതാണ് നമ്മുടെ ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ. അത് ആരായിരിക്കും? കാര്യം നമ്മൾ കണ്ടാണ് ഒനാനയ്ക്ക് വരെ 60 million പേ ചെയ്തിട്ടാണ് യുണൈറ്റഡ് കൊണ്ടുവന്നത്. അപ്പൊ കീപ്പേഴ്സിന് വരെ, നമ്മൾ കീപ്പേഴ്സിന്റെ കാര്യം വരെ നോക്കുമ്പോ ഇപ്പൊ അല്ലെങ്കിൽ സ്പേഴ്സിനൊക്കെ കിട്ടിയ പോലെ ലോട്ടറി അടിക്കണം, വിക്കാരിയോനൊക്കെ കിട്ടണം. അത് ഭയങ്കര ഡീലായി പോയത്. അപ്പൊ അങ്ങനത്തെ കീപ്പേഴ്സിനെ കിട്ടാൻ ഭയങ്കര പാടാ. അതാണ് കീപ്പേഴ്സ്. അതും ഒരു ക്ലബിന് ഏറ്റവും വലിയ വൾണറബിലിറ്റിയാണ് മോശം കീപ്പർ എന്ന് പറയുന്നത്. ഇപ്പൊ ചെൽസിക്ക് ഭയങ്കര വൾണറബിലിറ്റി ആയിരുന്നു കേപ്പ, ഭയങ്കര വലിയൊരു ലയബിലിറ്റി ആയിരുന്നു കേപ്പ ഒരു പോയിന്റിൽ. അപ്പോൾ അതുകൊണ്ടാണ് കുറെ സ്ഥലത്ത് അന്വേഷിച്ച് അവര് ആ ഒരു ജോർജിയൻ കീപ്പർ ഉണ്ടായിരുന്നു, പേരെനിക്ക് പറയാറുണ്ട് ഇവിടെ. പുള്ളിയുടെ അടുത്തൊക്കെ പോയപ്പോ 30-35-40 million ചോദിക്കുന്നത്. ബയണിന് നോയറിന് മറ്റേ ഫെമർ ഇഞ്ചുറി വന്നപ്പോ അതേ കീപ്പറിന് വേണ്ടി പോയത് 40 million. ഇപ്പൊ കീപ്പേഴ്സിന് വരെ ഇത്രയും വിലയാന്ന് വെച്ചാൽ പണ്ട് സലേന മേടിച്ച പൈസയാണ് ഇപ്പൊ കീപ്പറിന്, ഒരു കീപ്പറിന്റെ വില. നമ്മള് പറയുമ്പോ അതാണ് നമുക്ക്
പൈസയുടെ അല്ല, നമ്മൾ പേ ചെയ്യുന്ന എമൗണ്ടിനല്ല ഒരു ക്ലബിൻ്റെ കാര്യം. നമുക്ക് കിട്ടുന്ന അത്രയും ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ഫുട്ബോളർ വേണം. നമുക്ക് ഒരു കീപ്പറെ കിട്ടിയിട്ട് നമുക്ക് ബോൾ പ്ലേയിങ് മാത്രം പോരാ, സേവ് ചെയ്യണം. നമുക്ക് സേവ് ചെയ്താൽ മാത്രം പോരാ, ബോൾ പ്ലേയിങ് എബിലിറ്റി വേണം. കാര്യം എല്ലാ ക്ലബിനും ഇപ്പോൾ ട്രോഫി, ഞാൻ മറ്റേ ഹൗസ് ഓഫ് ഫുട്ബോളിന്റെ വീഡിയോ ഉണ്ടായിരുന്നു. ഞാൻ സത്യം പറഞ്ഞു, നമുക്ക് ഇപ്പൊ ചെൽസിക്കാണെങ്കിലും ടോട്ടനമിനാണെങ്കിലും ആർക്കാണെങ്കിലും അവർക്ക് ട്രോഫി ചെയ്യണമെന്നില്ല. അവർക്ക് എന്താണോ, അവർക്ക് പ്രോഗ്രസീവ് ഫുട്ബോൾ കളിക്കണം. പ്രോഗ്രസീവ് ഫുട്ബോൾ കളിക്കുന്ന ഒരു മാനേജറിന് ഏറ്റവും അത്യാവശ്യം വേണ്ടത് കീപ്പറാണ്. ഇപ്പോൾ പെപ് ഗാർഡിയോള ക്ലൗഡിയോ ബ്രാവോനെ മാറ്റിയിട്ടാണ് എഡർസനെ മേടിച്ചത്. ഞങ്ങള് ലോറിസ് കാരിസിനായാലും ക്ലോപ്പ് വരുമ്പോൾ മൈഗ്നോലറ്റ് ആയിരുന്നു കീപ്പർ. അപ്പോൾ ഇവരൊക്കെ ഭയങ്കര മോശമായിരുന്നു ഓൺ ദ ബോൾ. അപ്പോൾ ഇവരൊക്കെ മാറ്റിയിട്ടാണ് അലിസൺ. അപ്പോൾ ഇവർ വന്നപ്പോൾ ഉള്ള ചേഞ്ച് നമ്മൾ കണ്ട. അപ്പോൾ ഈ രണ്ട് കീപ്പേഴ്സ് ആണെങ്കിലും ഇവർ പോകുന്ന ലീഗിന് വലിയൊരു നഷ്ടമായിരിക്കും. കാര്യം ലീഗിനും അതെ, ഈ പോകുന്ന രണ്ട് ക്ലബ്സിനും അതെ. അലിസണെ കൊടുക്കരുതെന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന. എനിക്കറിയില്ല. ഓക്കെ, അപ്പോൾ അവസാനത്തെ ക്വസ്റ്റ്യൻ, ഞാൻ സബോസ്ലൈയുടെ കാര്യം നമ്മൾ കഴിഞ്ഞ കുറെ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പുള്ളിയുടെ ട്രൂ പൊട്ടൻഷ്യൽ ലിവർപൂൾ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. കഴിഞ്ഞ സീസണിൽ ക്ലോപ്പ് ഭയങ്കര കൺസർവേറ്റീവ് ആയിരുന്നു. പുള്ളിക്ക് ഒരു ഫ്രീഡം ഒന്നും ഉണ്ടായിരുന്നില്ല മുമ്പോട്ട് പോയി അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ലൂയിസ് ഡിയാസും ന്യൂനസിനും ഒക്കെ കുറച്ചുകൂടി ഫ്രീഡം കൊടുത്തു. പുള്ളി കുറച്ചുകൂടി ഇറങ്ങി വന്ന് ആ ഒരു DM റോളിലായിരുന്നു. പക്ഷെ നല്ല കേപ്പബിലിറ്റി ഉള്ള പ്ലെയർ ആണ്. സ്ലോട്ട് ഒരു എക്സ്പെരിമെന്റിന് തയ്യാറാവുക. പുള്ളി കുറച്ചുകൂടി ഒരു റൈറ്റ് വിങ്ങിലോ അല്ലെങ്കിൽ ഒരു അപ്പർ മിഡ്ഫീൽഡിൽ ഒരു ഫ്രീ ആയിട്ട് ബോക്സിലൊക്കെ കയറിപ്പോയി ഷോട്ടൊക്കെ അടിക്കാനുള്ള ഒരു ഫ്രീഡം നെക്സ്റ്റ് സീസണിൽ കൊടുക്കും തോന്നുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് ഒരു പുതിയ റോള് പുള്ളിക്ക്. ശരിക്കും പറഞ്ഞാൽ ഞാൻ സൊബോസ്ലൈനെ സൈൻ ചെയ്തപ്പോൾ ഞാൻ ശരിക്കും വിചാരിച്ചത് സലയ്ക്ക് റീപ്ലേസ്മെന്റ് ആയിട്ട് മേടിച്ചാന്ന് ശരിക്കും ആദ്യം ഞാൻ വിചാരിച്ചത്. കാര്യം സൊബോസ്ലൈയുടെ ടച്ചസ് ആണെങ്കിൽ സൊബോസ്ലൈ ലൈപ്സിഗിൽ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ സൊബോസ്ലൈ ടച്ചസ്, സൊബോസ്ലൈക്ക് പുള്ളി ചാൻസ് ക്രിയേറ്റ് ചെയ്ത ഏരിയ ഒക്കെ ആ റൈറ്റ് ഹാഫ് സ്പേസിലാണ്, റൈറ്റ് സൈഡിലും ആ ഒരു സെന്ററിലാണ്. പുള്ളി ഒരിക്കലും ഒരു ഏറ്റല്ല. പുള്ളിക്ക് ഒരിക്കലും ആ ഒരു റോക്ക് ആൻഡ് റോൾ ഫുട്ബോൾ കളിക്കാൻ പറ്റില്ല. പുള്ളിക്ക് താഴെ ഒന്ന് ഡിഫെൻഡ് ചെയ്യുക, വീണ്ടും ഓടിപ്പോവുക, വീണ്ടും താഴെ വരിക, വീണ്ടും ഓടിപ്പോവുക. അതും ഈ ക്ലോപ്പിന്റെ ഏറ്റ്സിന്റെ ആകെയുള്ള ഉപയോഗം ഫുൾ ബാക്സിനെ കവർ ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ അവർക്ക് ചാൻസ് ക്രിയേഷന്റെ ഒരു കാര്യമില്ല. ചാൻസ് ക്രിയേഷൻ ഫുൾ ചെയ്യുന്ന ഫുൾ ബാക്സാണ്. അപ്പോൾ ഭയങ്കരമായിട്ട് ഓവർ യൂസും ചെയ്തു പ്ലെയർ, പക്ഷെ പൊട്ടൻഷ്യൽ യൂസ് ചെയ്തില്ല. അതായത് പുള്ളി കുറെ ഇട്ട് ഓടിച്ചു, അല്ലാതെ വേറെ ഒന്നും നടന്നിട്ടില്ല. നമുക്ക് കാണുമ്പോൾ പുള്ളിയുടെ എന്താ ഗോൾ ഔട്ട്പുട്ട് ഞാൻ കണ്ടിട്ടില്ല. കാര്യം പുള്ളിക്ക് അതിനുള്ള പൊസിഷനിങ്, പുള്ളിക്ക് അതിനുള്ള ഫ്രീഡം ക്ലോപ്പ് കൊടുത്തിട്ടില്ല. അത് രണ്ട് എച്ചിനും എപ്പോഴും അങ്ങനെ ക്ലോപ്പ് ചെയ്യാറുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ആർനെ സ്ലോട്ടിന്റെ സിസ്റ്റത്തിൽ ഒരു പ്രോപ്പർ ഫിറ്റ് ആയിരിക്കും. അപ്പോൾ അവിടെയാണ് സലയ്ക്ക് പണി കിട്ടാൻ തോന്നുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്ന കാര്യം റൈറ്റ് മിഡോ അല്ലെങ്കിൽ 10 എടുത്തു കഴിഞ്ഞാൽ റൈറ്റ് മിഡിൽ ഒരാളെ കളിപ്പിക്കും. റൈറ്റ് മിഡിൽ സലയെ കളിപ്പിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഏതൊരു ബിഗ് പ്ലെയറിനാണെങ്കിലും ഭയങ്കര ഈഗോയിസ്റ്റിക് ആയിരിക്കും. അവർക്ക് ഇപ്പൊ സല ഇത്രയും കൊല്ലം ലിവർപൂളിന്റെ ടോപ്പ് സ്കോറർ ആയിരുന്നു, കുറെ കൊല്ലം ഗോൾഡൻ ബൂട്ടൊക്കെ ജയിച്ച ആളാണ്. അപ്പോൾ ഒരു ടോപ്പ് സ്കോറർ, ഒരു ഐക്കണാണ് ഫുട്ബോളിൽ. അപ്പോൾ ഇങ്ങനത്തെ ഒരാളെ പിടിച്ച് 4-2-3-1 ഒരു റൈറ്റ് മിഡിൽ കൊണ്ടുപോയി വിങ് സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടി നിർത്താം, അത് പുള്ളിക്ക് അത് ഇഷ്ടമായിരിക്കില്ല, അത് ഫാൻസിനും ഇഷ്ടപ്പെടില്ല, അത് സ്ലോട്ടിനും താല്പര്യം ഉണ്ടാവാൻ വഴിയില്ല. അപ്പൊ എനിക്ക് തോന്നുന്നത് സല സെയിലാവുകയാണെങ്കിൽ ഒരു 10 അല്ലെങ്കിൽ റൈറ്റ് മിഡ്ഫീൽഡറെ കൊണ്ടുവരിക, എന്നിട്ട് സൊബോസ്ലൈനെ എവിടെയെങ്കിലും അക്കോമഡേറ്റ് ചെയ്യുക. ഇവിടെ രണ്ടൊരു സ്ഥലത്ത് കാര്യം ഇന്നലെ ഹംഗറിയുടെ ഞാൻ റീക്യാപ്പ് കണ്ടു മാച്ചിന്റെ, ഹംഗറി വേഴ്സസ് അയർലൻഡിന്റെ. അപ്പൊ അതിനകത്തൊക്കെ പുള്ളിക്ക് ഫ്രീ റോളാണ്. 10 റൈറ്റിൽ പുള്ളി ഡ്രിഫ്റ്റ് ചെയ്ത് കളിച്ചുകൊണ്ടിരിക്കുക, സുഖമായിട്ട് പുള്ളി കളിക്കുന്നുണ്ട്. പുള്ളി ഒരു ഫ്രീ ഗോളൊക്കെ അടിച്ചിരുന്നില്ല. അപ്പോൾ പുള്ളി ഏറ്റവും കൂടുതൽ ചാൻസ് ക്രിയേറ്റ് ചെയ്തു, ഏറ്റവും കൂടുതൽ ഡ്രിബിൾസ് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഏറ്റവും കൂടുതൽ ടച്ചസ് ആയിരുന്നു പുള്ളിക്ക്. അപ്പോൾ നമ്മൾ പുള്ളിയുടെ പൊട്ടൻഷ്യൽ എന്താണ്, പുള്ളിയുടെ സ്ട്രെങ്ത് എവിടെയാണോ അവിടെ യൂസ് ചെയ്യുക. അപ്പോൾ 4-2-3-1 ആണ് ഏറ്റവും വലിയ ഓപ്ഷൻ. അതാണ് ആ ഫോർമേഷൻ അവിടെ പറ്റും. എനിക്ക് തോന്നുന്നു 4-2-3-1 യൂസ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു സൊബോസ്ലൈയുടെ ശരിക്കുള്ള പെർഫോമൻസ് കാണാൻ പറ്റും തോന്നുന്നു. ഓക്കെ ബ്രോ, താങ്ക് യു സോ മച്ച്. അപ്പൊ ഏതായാലും നമുക്കൊരു വീക്ക് കഴിഞ്ഞിട്ട് വീണ്ടും കാണാം. അപ്പോഴത്തേക്ക് സൈനിങ്സ് ഒക്കെ റെഡി ആവട്ടെ എന്ന് വിചാരിക്കുന്നു. യെസ് ബ്രോ. ടേക്ക് കെയർ. ബൈ. ടേക്ക് കെയർ ബ്രോ. ബൈ.